കൊല്ലം നഗരഹൃദയത്തിൽ മാന്തോട്ടമൊരുക്കാൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ നേതൃത്വത്തിലാണ് ആശ്രാമം മൈതാനത്ത് മാന്തോട്ടം തയ്യാറാകുന്നത്. അസോസിയേഷന്റെ 35ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആശ്രാമം മൈതാനത്ത് 35 മാവിൻ തൈകൾ നട്ട് മാന്തോട്ടം ഒരുക്കുകയാണ് ഈ നിയമപാലകർ. ആശ്രാമം മൈതാനത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ് IAS മാവിൻ തൈ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് 4.5 ബില്യൺ വർഷമാണ് ഈ കാലയളവിൽ നമ്മുടെ ഭൂമിയിലുള്ള താപനില വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. പലവിധ കാരണങ്ങളുണ്ട്. നമ്മുടെ ജൈവ വൈവിധ്യ സന്തുലിതാവസ്ഥ വലിയ തോതിൽ തകരാറിലായിട്ടുണ്ട്. അന്തരീക്ഷ താപനില വല്ലാതെ വർദ്ധിക്കുന്നത്, ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു പ്രയോഗങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, വയനാട്ടിൽ ധാരാളം വന്യമൃഗങ്ങൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. വയനാട്ടിൽ മാത്രമാണോ? അല്ല, നമ്മുടെ കൊല്ലത്തുണ്ട്. കൊളത്തുപുഴയൊക്കെ റോഡിലൂടെ ഇങ്ങനെ വലിയ കാട്ടുപോത്തും അതുപോലെ അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ, കടുവയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിടെ മരണപ്പെട്ട കടുവയുടെ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലകളിലേക്ക് വരുന്നു. അതെന്താ? ജനങ്ങൾ അങ്ങോട്ട് പോയിട്ടാണോ? അല്ല, അത് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. എന്താ? കാട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല. എന്താ കാര്യം? ഒരു കാലത്ത് വലിയ ചിന്തയൊന്നും ഇല്ലാതെ ചില ഉത്തരവാദിത്തക്കുറവോട് കൂടിയിട്ട് ഈ കാട്ടിൽ കൊണ്ടുപോയിട്ട് സാമൂഹ്യ വനവൽക്കരണം നടത്തി ഒരു തരം രാക്ഷസ കൊന്ന. അത് നല്ല ഭംഗിയാണ്, ഏതാണ്ട് അതുപോലെ ഇരിക്കും. നല്ല മഞ്ഞ പൂക്കളൊക്കെ ഉള്ള വയനാട്ടിലെ വലിയൊരു പ്രതിസന്ധി അതാണ്. കാട്ടിൻ്റെ അകത്ത് വനവൽക്കരണം നടത്തിയിട്ട് മഞ്ഞക്കൊന്ന നട്ടു, രാക്ഷസ കൊന്ന. ആ കൊന്നയുടെ പ്രത്യേകത അതിൻ്റെ പരിസരത്തുള്ള ചെടികളെല്ലാം നശിപ്പിച്ച് കളയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലും അത്തരത്തിൽ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പം നിങ്ങൾ നോക്കും ചുറ്റും, നോക്കിയോ, കണ്ടോ? ആശ്രാമം മൈതാനത്ത് നിലവിലുള്ള മിയാവാക്കി ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം നട്ട വൃക്ഷങ്ങൾക്കും അനുബന്ധമായുള്ള സ്ഥലം വൃത്തിയാക്കിയാണ് തോട്ടം ഒരുക്കുന്നത്. വിവിധ ഇനം മാവ് വർഗ്ഗങ്ങളുടെ തോട്ടമാണ് ഒരുക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് തോട്ടം നിർമ്മാണം നടന്നു വരുന്നത്. കൊല്ലം SN കോളേജ്, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ, വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. ക്രൈംബ്രാഞ്ച് DYSP B. വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി D. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. KPOA സംസ്ഥാന കമ്മിറ്റി അംഗം സഹീർ, കൊല്ലം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സജീവ്, അഞ്ചാലുമൂട് SHO ജയകുമാർ R, KPOA ജില്ലാ സെക്രട്ടറി ജിജു C. നായർ, KPA ജില്ലാ സെക്രട്ടറി വിമൽകുമാർ, KPA സംസ്ഥാന നിർവാഹക സമിതി അംഗം വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.